ഉണ്ട് എന്ന് പറയണം. അപ്പോൾ നമ്മുടെ വേദന ഈശോയുടെ വേദനയുമായി. അങ്ങനെ നമ്മൾ ഈശോയുടെ വേദനയിലേക്ക് നമ്മുടെ വേദനകൾ കൊടുക്കുമ്പോൾ ഈശോയുടെ പുനരുത്ഥാനത്തിലൂടെ നമ്മൾ കടന്നുപോകും. അതാണ് സൗഖ്യം എന്ന് പറയുന്നത്. നമ്മുടെ വേദനകളും കഷ്ടതകളും എല്ലാം ഇതാ ഈ ഈശോയെ നോക്കുക മാത്രമല്ല, അതിലൂടെ കുരിശിൽ കിടക്കുന്ന ഈശോയെ കൂടി നോക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവും കുരിശിൽ കിടക്കുന്ന കർത്താവ്, ഈ രണ്ടും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശു കുരിശിൽ വേദന അനുഭവിച്ചത് കഴിഞ്ഞിട്ടില്ല. അതൊരിക്കൽ സംഭവിച്ചത് അനന്തതയിലേക്ക് കടന്നുപോയിരിക്കുന്നു. ആ അനന്തതയിലൂടെ അത് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതിൽ പങ്കാളികളാകുന്നു. എല്ലാ കാലഘട്ടത്തിലുമുള്ളവർ യുഗാന്ത്യം വരെ അതിൽ പങ്കാളിയാകുന്നു. വിസ്മരണീയതയാണ്, രഹസ്യമായിട്ടല്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ വേദനകളും യേശുവാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖയായതുകൊണ്ടാണ് ഈ വേദന. യേശുവിന്റെ കുരിശിന്റെ ശാഖയാണ് നമ്മൾ. യേശുവിന്റെ മുന്തിരിച്ചെടിയുടെ ശാഖയായതുകൊണ്ട് യേശു അനുഭവിച്ച വേദനകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ യേശുവിനോടൊപ്പം ഒന്നായി നമ്മൾ അനുഭവിക്കപ്പെടും. ആ ബോധ്യത്തോടുകൂടി ദൈവമേ, നമ്മൾ ദൈവമറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഈശോ പറഞ്ഞു, ഇതാ 2 കുരുവികൾ